എന്തിനാണെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ കൊണ്ടുവന്ന തുണിയെല്ലാം നീ കഴുകണം കേട്ടോ. ഇതിന് അത്ര ആഴമൊന്നുമില്ല, കുറച്ച് അങ്ങോട്ട് പോയാലേ ആഴമുള്ളൂ, ഇവിടെ ഒന്നും ആഴമില്ല. പറഞ്ഞു കേട്ടല്ലോ, എല്ലാ തുണികളും കഴുകിക്കോണം. ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ എല്ലാ തുണിയും കഴുകിയിട്ടേക്കണം. എന്നെ നീ ഇന്നലെ ഒറ്റയ്ക്ക് ടെറസിൽ പൂട്ടിട്ടല്ലോ, അപ്പൊ നിനക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് നീ ഇവിടെ നിന്നോ, അതിനുള്ള ശിക്ഷ ഇത്. നീ ഒന്നും പറയണ്ട, നീ എല്ലാം ചെയ്തിട്ട് ഇപ്പൊ വലിയ ആഴാവാൻ നോക്കുന്നോ? ഈ തന്നിരിക്കുന്ന വസ്ത്രങ്ങൾ മുഴുവൻ നല്ലതുപോലെ കഴുകി ഉണക്കിയേക്കണം കേട്ടോ. എന്ത് മുത്തശ്ശി, ഞാൻ ഇന്നലെ ഇതൊന്നും അല്ലായിരുന്നല്ലോ നിന്റെ അഹങ്കാരം. മുത്തശ്ശി എന്നോട് ക്ഷമിക്കേ, ഞാൻ അതൊന്നും അറിഞ്ഞോട് ചെയ്തതല്ല മുത്തശ്ശി. ഇവിടെ പുലിയും ആനയൊക്കെ ഉണ്ടാവും, എനിക്ക് പേടിയാ. മുത്തശ്ശി എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ പ്ലീസ്. ഓ, അങ്ങനെയൊക്കെ നിനക്ക് അറിയാമല്ലേ? അപ്പൊ നീ എന്നെ ഇന്നലെ ടെറസിൽ പൂട്ടിയിട്ടതോ ഞാൻ നിന്നെ ചെയ്തതുപോലെ നീ എന്നെ ചെയ്യാൻ വേണ്ടി വളർന്നോ? അല്ല മുത്തശ്ശി, ഞാൻ അതൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അപ്പ ചെയ്തു പോയതാ. മുത്തശ്ശിയോട് എങ്ങനെ ഇപ്പൊ അതൊക്കെ പറയാ? നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നെ സഹായിക്കാൻ വന്നവരെ കൊണ്ട് എനിക്കിപ്പോ കഷ്ടപ്പാടാണല്ലോ. എന്റെ അമ്മ ഇതൊന്നും അറിയാതെ അവിടെ കിടക്കുന്നുണ്ടാകും. അയ്യോ കുട്ടി, മോളെ വാ. എന്തിനാ മോളെ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്? ഞാൻ ഈ കാട്ടിൽ വസിക്കുന്ന ഒരാളാ. മോളെ എന്തിനാ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്? ഈ കാട്ടിൽ തന്നെ ഏറ്റവും ആഴമേറിയ സ്ഥലത്താണല്ലോ മോൾ ഇറങ്ങിയത്. ആരാ മോളെ ഇവിടെ കൊണ്ടാക്കിയത്? മോളെ വീട് എവിടെയാ? ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ജീവൻ നഷ്ടപ്പെട്ടേനെ. എന്താ മോളെ പറ, ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? എന്റെ അച്ഛനും അമ്മയും എവിടെ? പറ മോളെ, ആരുടെ കൂടെ നീ ഇങ്ങോട്ട് വന്നത്? എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? പറ. ഏത് തുണി? എന്ത്, ഇത്രയും തുണികളോ? ചെറിയ പ്രായത്തിൽ നിന്നെ കൊണ്ട് ആരാ ഈ പണിയൊക്കെ എടുപ്പിക്കുന്നേ? ഇത്രയും തുണികളൊക്കെ ഒരു കൊച്ചിനെ കൊണ്ട് കഴിപ്പിക്കാന്ന് പറഞ്ഞാ വല്ലാത്ത പാപം തന്നെയാ അതൊക്കെ. ആ, അങ്ങനെ പറഞ്ഞാ? പ്രതികാരവോ? ഈ കൊച്ചു കുഞ്ഞായ നിന്നോടോ? അതെ, മുത്തശ്ശി വരുമ്പോഴേക്കും ഇത് മുഴുവൻ കഴുകാൻ എന്നോട് പറഞ്ഞു. അപ്പോ ഞാൻ വെള്ളത്തിലിറങ്ങി, പക്ഷെ എന്റെ കാല് തെറ്റി ഞാൻ വീണുപോയി. എവിടെയാ ക്രൂര? അവരെപ്പോഴാ ഇങ്ങോട്ട് വരിക? മുത്തശ്ശി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ പോയത്, കുറച്ചു നേരമായി. എന്തായാലും കൊള്ളാം കൊച്ചേ, വല്ലാത്തൊരു മുത്തശ്ശി തന്നെയാ നിനക്കുള്ളത്. എന്താ നീ ഇതൊന്നും അർഹിക്കുന്നില്ല മോളെ. നീ എന്തിനാ അവരുടെ കൂടെ കഴിയുന്നേ? നിന്റെ അച്ഛനും അമ്മയില്ലേ നിനക്ക്? നിനക്കെന്താ അവര് പറയുന്നത് കേട്ടാ പോലെ? എന്തിനാ ഇവര് പറയുന്നത് കേൾക്കുന്നേ? നിന്റെ അച്ഛനും അമ്മയും ഒന്നും പറയാറില്ലേ ഇതിനെ കുറിച്ചൊന്നും? എന്റെ വീട്ടിൽ എന്റെ അമ്മയില്ല. പിന്നെ മോളുടെ അമ്മ എവിടെയാ? എന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ആയി. എന്റെ അമ്മയ്ക്ക് ഇപ്പൊ മിണ്ടാനും പറയാനും എണീക്കാനും ഒന്നും പറ്റത്തില്ല. എന്റെ അമ്മ അമ്മയുടെ വീട്ടിലാ. അയ്യോ, കഷ്ടം തന്നെ. എന്നിട്ട് മോളെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? ഇല്ല, എന്തോ ഒരു കാരണം കൊണ്ട് അമ്മയുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല. ആ കാരണം എന്താന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ എന്തൊക്കെയോ പറയുന്ന കേൾക്കാം, എനിക്കൊന്നും മനസ്സിലാവില്ല. അച്ഛനും അമ്മയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പൊ മോളുടെ അച്ഛൻ ഇവിടെ ഇല്ലേ? അച്ഛനുണ്ട്. അച്ഛൻ എന്നെ ഇഷ്ടമല്ല. മുത്തശ്ശി അച്ഛൻ ഏറ്റവും ഇഷ്ടം, എന്നെ ഇഷ്ടമല്ല. മുത്തശ്ശി പറയുന്ന മാത്രമേ അച്ഛൻ കേൾക്കത്തുള്ളൂ. അയ്യോ, കഷ്ടം തന്നെ കൊച്ചൻ നിന്റെ ജീവിതം. മോൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ കാട്ടിൽ ഇവിടെ വന്നിട്ട് ഒന്ന് മുത്തശ്ശാന്ന് വിളിച്ചാ മതി. മുത്തശ്ശനുണ്ടാകും മോളുടെ കൂടെ. മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. ഞാൻ ഈ കാട്ടിൽ ജീവിക്കാൻ കാരണം തന്നെ ഈ കാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതായത് എനിക്ക് എല്ലാവരുടെയും സമാധാനമാണ് ഇഷ്ടം. എൻ്റെ മോള് ഇത്രയും സങ്കടത്തിലായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എന്നോട് സഹായം തേടാം. ഒക്കെ ആരും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മുത്തശ്ശന്റെ അടുത്തേക്ക് വരാം. മുത്തശ്ശന്റെ ജീവിതം ഈ കാട്ടിലാ. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്റെ ദേഹത്തില്ലേ? ആ മോളെ, നിന്റെ ദേഹത്ത്? ആ പറ മോളെ. ഇത് സോമിയോ? അയ്യോ, സോമിയെ കാണാൻ പറ്റുന്നതന്നെ വലിയ ഭാഗ്യമാണല്ലോ. മാളുട്ടി, നിനക്ക് അറിയാഞ്ഞിട്ടാ ഈ സോമി എത്ര പോലെ ശക്തിയുള്ളവനാ. ഏതൊരു പ്രശ്നത്തെയും സമാധാനമാക്കാൻ അറിയുന്നവൻ, മായാജാലം കാണിക്കുന്നവൻ, കാട്ടിൽ വസിക്കുന്നവൻ, അധികം
ആരുടെയും കണ്ണിൽ പെടാത്തവൻ. അതെ, പക്ഷേ നീ എന്തൊരു നീചയാണ്. എന്താ സ്വാമി അങ്ങനെ പറയുന്നേ? ഈ കൊച്ചു കുഞ്ഞിനോട് നീ കാണിച്ച ക്രൂരത എത്ര വലുതാണെന്ന് നിനക്കറിയോ? കാറ്റിൽ ഈ കുട്ടിയെ ഒറ്റക്കാക്കിയല്ലേ ഈ വലിയ ആഴമുള്ള നദിക്കിടയിൽ ഈ നദി എത്രത്തോളം ആഴമുള്ളതാണെന്ന് അറിയുന്നല്ലേ നിനക്ക്? അത് പിന്നെ അറിയാമായിരുന്നു, പക്ഷേ എനിക്ക് മനസ്സിലായി, നിനക്ക് ഈ കുഞ്ഞിന്റെ ജീവൻ എടുക്കണം അല്ലേ? അതിന് ഏറ്റവും നല്ല വഴി ഇതല്ലേ? നിന്റെ മേൽ പഴിയും വരില്ല, കുഞ്ഞങ്ങ് പോയിക്കോളും ചെയ്തോളൂ. അങ്ങനെയൊന്നുമല്ല, ഞാൻ പണിഷ്മെന്റ് കൊടുത്തതാ. ആണോ? നാം വരുമ്പോൾ കണ്ടത് ഈ കുഞ്ഞ് ഈ നദിയിൽ മുങ്ങി പൊങ്ങുന്നതാ. ക്ഷമിച്ചാലും സ്വാമി, ഞാനിതൊന്നും അറിഞ്ഞോട് ചെയ്തതല്ല. എന്റെ കണ്ണുകൾ പറയുന്നുണ്ട് നീ പറയുന്നത് കള്ളമാണെന്ന്. സ്വാമി, ഇത്രയും ക്രൂരയായ ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് ആദ്യമായി കാണുന്നു. ഈ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അവളെ നിങ്ങൾ ഇനി കാണില്ലായിരുന്നു. മേലെ ഇത് ആവർത്തിക്കരുത്. ഇല്ല സ്വാമി, ഇല്ല. മോളെ, എന്താവശ്യം ഉണ്ടെങ്കിലും സ്വാമിയെ വന്ന് കാണാം. നീയാണല്ലേ സ്വാമിയെ ഇതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്? അതൊന്നും പറഞ്ഞിട്ടില്ല. മുത്തശ്ശിനെ ഇവിടെ ആക്കി പോയിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ, ഒന്നും അറിയാത്ത പാവം. നീ ഇവിടെ നടക്കണ്ട, വീട്ടിൽ വാ. വീട്ടിൽ വന്ന് ഇതെല്ലാം അടക്കിട്ടാ. പായിങ്ങോട്ടെ.